ഹലോ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും പാത്തൂസും കൂടി രാവിലെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. പാത്തൂസ് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. രാവിലെ തന്നെ കുളിച്ച് തുണിയൊക്കെ സ്വന്തമായിട്ട് അലക്കി അയയിലിടുന്ന ഒരു തിരക്കിലാണ് ആശാട്ടി. കൂടെയുള്ളതെൻ്റെ നാത്തൂൻ്റെ മോനാണ് റെയ്ഹാൻ. അവൾക്ക് കൈ എത്താത്തത് കൊണ്ട് തന്നെ അവൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ പൊട്ടാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെയും എക്സൈറ്റ്മെൻറ്റിൻ്റെയൊക്കെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കുഞ്ഞാവ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ്ങോടെ എത്തും. ഇന്നെന്തായാലും രാവിലെ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് കാർമേഘം ഒന്ന് ഉരുണ്ട് കൂടുന്നുണ്ടെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ട് രാവിലെ. ഈ ഒരു ക്ലൈമറ്റ് നമ്മുടെ ലോറോപെറ്റാലം പ്ലാന്റിന് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താ, നിറയെ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുട്ടുകളും തളിരും തിരിച്ചറിയാൻ നല്ല പ്രയാസമുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഒത്തിരി ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഒരു തവണ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തണ്ടുകൾ വച്ച് പിടിപ്പിക്കാൻ അങ്ങനെ പറ്റണം. പക്ഷെ പൂക്കുമ്പോൾ നിറയെ പൂക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയും അതായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ മഴയില്ലെങ്കിലും ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്. ഞാൻ രാവിലെ ജോലികളൊക്കെ ഒതുക്കി ഉച്ചയ്ക്കെത്തതും ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വിളിക്കുമ്പോഴൊക്കെ ഇപ്പം ഇറങ്ങുന്നുമ്മ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കുറേ നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ. അഡ്മിറ്റ് ആകുമ്പോഴും ഡിസ്ചാർജ് ആകുമ്പോഴും നമ്മൾ കുറേ ഇങ്ങനെ ഓടേണ്ടി വരും. ആ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അവിടെ ഉള്ളവർ. അങ്ങനെ ഞങ്ങളെ കുറേ നേരം വെയിറ്റ് ചെയ്യിച്ചതിന് ശേഷമാണ് അവരെത്തിയത്. മിഴികളിൽ 1000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും. തീരാതെ ഉള്ളിലിനീള മഞ്ഞൻ ചൂട്. അങ്ങനെ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞുവാവ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സാധാരണ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തേണ്ടിയിരുന്ന ദിവസത്തിനേക്കാളും കൂടുതൽ ടൈം എടുത്തു നമ്മുടെ കുഞ്ഞാവ് വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ടും കുഞ്ഞുവാവെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായില്ല. അവന് മഞ്ഞ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി ഒബ്സർവേഷനിൽ കിടക്കേണ്ടി വന്നു. അവൻ വീട്ടിലെത്തിയ പിന്നെ ഐദൂസിന് അവൻ്റെ അടുത്തുനിന്ന് മാറാനുള്ള മനസ്സേ ഇല്ല കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ അവനവിടെ ഇരുത്താനും. പിന്നെ നമ്മുടെ കുഞ്ഞാവയുടെ പേര് ഫാമിസ് അൽ നഹിയാൻ എന്നാണ്. ഫാത്തിമ നസ്റിന് ചേർന്നൊരു പേരിട്ടു എന്നേ ഉള്ളൂ. അത്രയ്ക്ക് വെറൈറ്റി ഒന്നും നോക്കിയിട്ടില്ല. ഇന്നത്തെ പ്രധാന വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെ ബൈ ബൈ.